അസ്സലാമു അലൈക്കും. പ്രിയമുള്ള നാട്ടുകളെ, മുട്ടികളെ, ഇത് കേൾക്കുന്ന എല്ലാ ഇതരമസ്തർക്കും നാട്ടുകാർക്കും വേണ്ടി എളിയവനായ വൃദ്ധനായ 61 വയസ്സ് പ്രായമുള്ള ഈ വൃദ്ധൻ അപേക്ഷിക്കുന്ന പൈസ. എൻ്റെ പരിപാടി കേട്ടുകൊണ്ട് ഇഡിയറ്റ് എന്നും പാസ്റ്റർ എന്നും ഇംഗ്ലീഷിൽ എഴുതി അറിയിക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. എനിക്ക് ഇംഗ്ലീഷിൽ 26 അക്ഷരമുള്ള ഒരക്ഷരം എഴുതാനോ വായിക്കാനോ അറിയാത്തവനാണ്. അതേപോലെ തന്നെ 56 അക്ഷരം മലയാളത്തിലുള്ള 56 അക്ഷരം എഴുതാനും ശരിക്കും വായിക്കാനും അറിയാത്ത ഈ വ്യക്തിയെ ഇംഗ്ലീഷിൽ ഇഡിയറ്റ് എന്ന് പാസ്റ്റർ എന്നൊക്കെ എൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഇതെന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ സമയം ക്ഷമിച്ചു കൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു. മേലാൽ ഇത്തരം ഒരു വാക്ക് ഒരാളെയും ഉപയോഗിക്കരുത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം മറ്റൊരുത്തിന് നിങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് സംസാരിക്കാൻ. എൻ്റെ പണി, എൻ്റെ ഹരിപ്രസന്നമായ എൻ്റെ പണി കണ്ടോളെ നിങ്ങളുകൊണ്ട് കഴിയുമെങ്കിൽ എനിക്ക് തരേണ്ടത് തേങ്ങപ്പൊടിയാണ്. എൻ്റെ തേങ്ങപ്പൊടി നിങ്ങൾക്ക് കാണാം. പ്രിയമുള്ളവർ കാണുക. എനിക്ക് എൻ്റെ പണി എന്താണെന്നുള്ളത് ഇതാണ് എൻ്റെ പണി. ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം. അതുകൊണ്ട് കഴിയുന്നതിനൊന്ന് സഹായിക്കുക.
അസ്സലാമു പ്രിയമുള്ള ഈ ചെറുപ്പക്കാരനായ 61 വയസ്സായ ചെറുപ്പക്കാരനായ ഈ ചെറുപ്പക്കാരൻ്റെ പണി അധ്വാനപ്രദം കണ്ടില്ലേ? ഇതല്ലാതെ കണ്ടുകൊണ്ട് എനിക്കൊന്നും അറിയില്ല. ആയതുകൊണ്ട് ഈ പല്ല് മുളച്ച് വരാത്ത എല്ലാവർക്കും പല്ല് മുളച്ചൊക്കെ ആകെ 61 വയസ്സായിട്ട് 4 പല്ല് മുളച്ചിട്ടുള്ളൂ. ഈ പല്ല് മുളക്ക് നോക്കിയിരിക്കണ ഈ ചെറുപ്പക്കാരങ്ങൾ ഇംഗ്ലീഷിലോ തമിഴിലോ ഹിന്ദിയിലോ അറബിലോ എന്തിലെന്ത് പറഞ്ഞാലും എനിക്കറിയില്ല. അത് എന്താണെന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. എനിക്കറിയാവുന്നൊരു പണി ഇതാണ്. പിന്നെ ഇന്ന് വ്യാഴാഴ്ചയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കനിഞ്ഞ് തന്നൊരു ദിവസമാണെന്ന്. അതേപോലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇത്തരം വാക്കുകൾ ചിലരെ പ്രയോഗിക്കുമ്പോൾ നിങ്ങൾ സ്വയം നിങ്ങൾ അള്ളാഹ് എന്ന ദൈവം എന്ന കർത്താവെ എന്ന് വിളിക്കുന്ന ഈശ്വര എന്ന് വിളിക്കുന്ന ആ ഒരു വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇത്തരം വാക്കുകൾ ഉച്ചരിക്കാൻ. ഇല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടുപോകും. ഉച്ചരിക്കാനോ എഴുതാനോ നമുക്ക് പറ്റാതെ വരും. അതിനുള്ള അവസരം വിട്ടത് അത് വിനീതനായ ഈ വൃദ്ധമെന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ നിങ്ങളോട് പറയുകയാണ്. വിനീതമായി ഈ അഭ്യർത്ഥന നിങ്ങൾ സ്വീകരിക്കണം. ഇനി ഒരിക്കലും ഇതേപോലത്തെ അക്ഷരങ്ങൾ എഴുതുകയോ പറയുകയോ എന്നോട് ചെയ്യരുത്. ഞാൻ നിങ്ങളൊരാളും വേദനിപ്പിക്കുന്നില്ല. എൻ്റെ പണി ഇതാണ്. എനിക്കിന്ന് അള്ളാഹു ഇന്ന് വ്യാഴാഴ്ചയാണ് യൗമുൽ ഖമീസ്, അതായത് ലോകത്തിൽ അള്ളാഹു 7 ദിവസം പടച്ചതിൽ ഒരു ദിവസമാണെന്ന് യൗമുൽ അർബ എന്ന് പറയും അറബിൽ. അപ്പോൾ ഇന്നത്തെ ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കഞ്ഞി തന്നിട്ടുള്ള ദിവസമാണ്. ആയതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു പുറത്ത് മാപ്പാക്കി തരട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. കാരണം ഏത് സമയത്താണ് അള്ളാഹുവിൻ്റെ പണി നോക്കുക എന്നുള്ളത് അറിയില്ല. ആയതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവം കർത്താവ് എന്ന് പറയുന്ന ആളെ വിചാരിച്ചുകൊണ്ട് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. എൻ്റെ പണിയാണ്. എനിക്കുള്ള ആവശ്യം ഇതാണ്. അള്ളാഹു ഇന്ന് എനിക്ക് കഞ്ഞി എന്ന ദിവസമുണ്ട്. എൻ്റെ കുടുംബത്തിരുന്നാൽ എനിക്കുള്ള അന്നദാനം അവിടെ എത്തുന്നതാണ്. പക്ഷേ ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചുള്ള പണി ഇതാണ്. എന്നെ അറിയുന്ന വ്യക്തികൾക്കറിയാം ഞാൻ പറഞ്ഞ സത്യമാണോ സത്യമല്ലേ എന്നുള്ളത്. നിങ്ങൾക്ക് അറിയണമെങ്കിൽ ചെമ്പൂർ എന്ന സ്ഥലത്ത് വന്ന് ഇതര മതസ്ഥരോടും അവിടെയുള്ള ആൾക്കാരോടും അന്വേഷിക്കുക. ഈ തേങ്ങ പൊടിക്കുന്ന ആൾ എന്താ ഏതാണെന്ന്. അപ്പോൾ ഞാൻ ഈ തേങ്ങ പൊടിച്ച് എന്താ ഏതാണുള്ളത്, ഞാൻ ഔലിയ തങ്ങളോ ഫക്കീറോ മസ്താനോ മുസ്തനോ ഒന്നുമല്ല. ഞാനൊരു തേങ്ങ പൊടിക്കാരൻ. ഈ തേങ്ങ പൊടിച്ച് കിട്ടുന്ന പൈസ ഒരു കൊല്ലത്തിൽ എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി അറിയണമെങ്കിൽ അതാണ് വന്ന് അന്വേഷിക്കാൻ പറ്റും. അല്ലാണ്ട് ഇന്ന ഒലിയാണോ ഷെയ്ഖാണോ തങ്ങളാണോ ഫക്കീറാണോ മസ്താനാണോ എന്ന് അന്വേഷിക്കാനല്ല. അത് ഞാൻ ആരുമല്ല. ഞാൻ ഈ തേങ്ങ പൊടിക്കുന്ന ഒരു പാവപ്പെട്ട
ഒരു വ്യക്തി, പല്ല് മുളയ്ക്കാത്ത ഒരു ചെറുപ്പക്കാരൻ, 61 വയസ്സായിട്ട് പല്ല് മുളയ്ക്കാത്ത 4 പല്ല് മുളയ്ച്ച ഒരു ചെറുപ്പക്കാരനാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ദുആയൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് പൊട്ടി മാപ്പാക്കി തരട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.